ഹായ് എല്ലാവർക്കും നമസ്കാരം. റാഫിസാണ്. ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ്സിൻ്റെ 4-ാമത്തെ ദിവസമാണ്. ഇന്നാണ് നമ്മൾ ഗൂഗിൾ ആഡ്സ് എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരുപാട് ആളുകൾക്ക് അറിയേണ്ട ഒരു സ്കില്ലാണ് ഗൂഗിൾ ആഡ്സ്. നമ്മുടെ ബിസിനസ്, നമ്മുടെ പേഴ്സണൽ ബ്രാൻഡ്, നല്ല ക്വാളിറ്റിയുള്ള ലീഡ്സ് ഒക്കെ ലഭിക്കുന്നതിന് നമുക്ക് ഗൂഗിൾ ആഡ്സ് ചെയ്യേണ്ടതായിട്ട് അറിയണം. സോ ക്ലാസ്സിലേക്ക് കടക്കാം. വെൽക്കം ടു റാഫിസ്.in ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ് ഡേ 4. താങ്ക് യു ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് ഗൂഗിൾ ആഡ്സിനെ കുറിച്ച് പഠിക്കാൻ പോകണം. നമ്മൾ വെറുതെ ഗൂഗിൾ ആഡ്സിനെ കുറിച്ച് പഠിക്കുകയല്ല, ഒരു റിയൽ ബിസിനസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഗൂഗിൾ ആഡ്സ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ chamakat.com എന്ന് പറയുന്ന ഞാൻ ഗൂഗിൾ ആഡ്സ് ചെയ്യാൻ പോകുന്ന ഒരു ബിസിനസ്സാണ്. ആക്ച്വലി ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഫാക്ചേഴ്സാണ്, ആയുർവേദിക് പ്രോഡക്ട്സിൻ്റെ മാനുഫാക്ചേഴ്സാണ്. പ്രോഡക്ട്സ് എന്ന് 300+ പ്രോഡക്ട്സ് ഉണ്ട്, അതിൻ്റെ പാറ്റൻറ്റ് പ്രോഡക്ട്സ് ഉണ്ട്, ആയുർവേദിക് ബാത്ത് സോപ്പ് ഉണ്ട്, അങ്ങനെ കുറേ പ്രോഡക്ട്സുകളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ്, നല്ലൊരു വെബ്സൈറ്റ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ലാൻഡിങ് പേജ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലാൻഡിങ് വെബ് പേജിലേക്ക് കസ്റ്റമറെ കൊണ്ടുവന്ന് നമ്മൾക്ക് അവിടെ നിന്ന് ബിസിനസ് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവർക്ക് വേണ്ടതെന്ന് പറയുന്നത് മാനുഫാക്ചേഴ്സാണ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. ഈ പ്രോഡക്റ്റ് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളെയാണ് ഈ കമ്പനിക്ക് ആവശ്യം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ചെയ്ത ഒരു വെബ്സൈറ്റ്, അതിൻ്റെ ലാൻഡിങ് പേജ്, അതിൻ്റെ കോണ്ടാക്ട് ഫോം, ഇത് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ്സിലേക്ക് വിസിറ്റ് കൊണ്ടുവന്ന് അവിടെ നിന്ന് നമുക്ക് ഡീലേഴ്സിനെ, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമ്മൾക്ക് കൺവേർട്ട് ചെയ്യിക്കണം. ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാം, ഇത് റിയൽ ബിസിനസ്സാണ്, ജെനുവിൻ ബിസിനസ്സാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വേണം ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർ മിസ്റ്റർ CL ചാക്കോ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻഫോർമേഷൻസ് പറഞ്ഞു തരും. നല്ല ജെനുവിൻ ബിസിനസ് ചെയ്യുന്ന, വർഷങ്ങളായിട്ട് ജെനുവിൻ ബിസിനസ് ചെയ്യുന്ന, ആയുർവേദ പാരമ്പര്യമുള്ള കമ്പനിയാണ്. അപ്പോൾ എനിവേ നമ്മളുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ അതിനായി നമ്മൾക്ക് ഗൂഗിൾ ആഡ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ads.google.com എന്ന് പറയുന്ന ഗൂഗിൾ ആഡിൻ്റെ അക്കൗണ്ടിലേക്ക് വരിക. ads.google.com. അപ്പോൾ നമ്മൾ ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾക്ക് സ്റ്റാർട്ട് നൗവിൽ ക്ലിക്ക് ചെയ്യാം. ഇനി അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സൈൻ ഇൻ ചെയ്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 രൂപ നമുക്ക് ഗൂഗിൾ ക്രെഡിറ്റ് തരുന്നുണ്ട് ഗൂഗിൾ ആഡ്സ് ചെയ്യാൻ വേണ്ടി. അടിപൊളിയല്ലേ? ഹാപ്പി അല്ലേ? അപ്പോൾ ഈ ഒരു പൈസയ്ക്ക് 20,000 രൂപയ്ക്ക് നമ്മൾ ആഡ് ചെയ്ത 20,000 രൂപ നമുക്ക് ഫ്രീ ക്രെഡിറ്റ് കിട്ടണം. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് 40,000 രൂപയ്ക്ക് നമ്മുടെ ബിസിനസ് ഗൂഗിളിൽ പ്രൊമോട്ട് ചെയ്ത് നല്ല ബിസിനസ് നേടാം. സോ നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ വലിച്ചു നീട്ടി പറയേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് സ്ട്രൈറ്റ് ടു ദ പോയിന്റ് അതിലേക്ക് കിടക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് നൗ ചെയ്യണം. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഗൂഗിൾ ആഡ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഗൂഗിൾ ആഡ് അക്കൗണ്ട് കാണിക്കും. ഇതൊക്കെ ഞാൻ മാനേജ് ചെയ്യുന്ന ഗൂഗിൾ ആഡ് അക്കൗണ്ടാണ്. അപ്പോൾ എൻ്റെ ഒരു ഗൂഗിൾ ആഡ്സ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ നേരെ റിയൽ ഗൂഗിൾ ആഡ് അക്കൗണ്ടിലേക്ക് പോവാണ്. ഇത് നമ്മളെല്ലാം റിയൽ ബിസിനസ് വെച്ചിട്ടാണ് നമുക്ക് പഠിക്കുക. നമ്മളൊരു ഡെമോ വെച്ചിട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം വർക്കൗട്ട് ആകുമെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഗൂഗിൾ ആഡ്സിൻ്റെ ഡാഷ്ബോർഡാണ്. ഈ ഗൂഗിൾ ആഡ്സിൻ്റെ ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആപ്പ് പ്രൊമോഷൻ ഞാനിപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. ആ ആപ്പ് പ്രൊമോഷൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. 238 ക്ലിക്ക്, 13.6K ഇംപ്രഷൻ, 193 രൂപ. അതായത് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന മെയ് 1 റിസൾട്ട് മാത്രമാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പോൾ ആവറേജ് കോസ്റ്റ് പെർ ക്ലിക്ക്, അതായത് 81 പൈസയാണ് ആവറേജ് കോസ്റ്റ് പെർ ക്ലിക്ക് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിന് വേണ്ടി. അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ പരസ്യം ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, ഒരുപക്ഷെ ഒരു ആപ്പ് പ്രൊമോഷൻ്റെ ആഡ് നമ്മൾ പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിലൊക്കെ 5 രൂപ, 10 രൂപ, 20 രൂപയൊക്കെ ചിലപ്പോൾ ക്ലിക്സിന് വരാറുണ്ട്. സോ ഗൂഗിൾ ഈസ് നോട്ട് എക്സ്പെൻസീവ്. നമ്മൾ അറിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ആഡ്സിൽ നിന്ന് നല്ല റിസൾട്ട് നേടാൻ സാധിക്കും. സോ ഇതാണ് ഗൂഗിൾ ആഡ്സിൻ്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ക്യാമ്പയിൻസ് കാണാം. ഞാൻ ഇതുവരെ ഈ ഒരു ഗൂഗിൾ ആഡ്സിൽ റൺ ചെയ്ത ക്യാമ്പയിൻസ് കാണാൻ പറ്റും. ഏതെങ്കിലും പർട്ടിക്കുലർ ക്യാമ്പയിൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓവറോൾ നിങ്ങളെ കാണിച്ചു തന്നേ. നമ്മൾക്ക് പോവേണ്ടതെന്ന് പറഞ്ഞത് ഈ ലെഫ്റ്റ് സൈഡിൽ ക്രിയേറ്റ് ബട്ടണാണ്. ഈ ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ക്യാമ്പയിൻ സെലക്ട് ചെയ്യാം. ഇനിയാണ് നമ്മളുടെ പരിപാടി എന്ന് പറയുന്നത്. ഇപ്പോൾ ക്യാമ്പയിൻ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളിവിടെ നോക്കുക, ഇവിടെ പലതരത്തിൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. നമ്മൾ ഫേസ്ബുക്കിൽ പരസ്യം ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. സെയിൽസ് ഉണ്ട്. സെയിൽസ് എന്ന് പറയുമ്പോൾ ഓൺലൈൻ സെയിൽസ്,
ആപ്പിലോട്ടോ ഫോണിലേക്കോ സ്റ്റോറിലേക്കോ ഒക്കെ ഇ കൊമേഴ്സിലേക്കൊക്കെ നമുക്ക് സെയിൽസ് കൊണ്ടുവരുന്നതാണ്. സെയിൽസ് എന്ന് പറയുന്നത്, ലീഡ്സ് എന്ന് പറയുന്നത് ലീഡ് ജനറേഷൻ ആണ്. ഗെറ്റ് ലീഡ്സ് ആൻഡ് അതർ കൺവേർഷൻസ് ബൈ എൻകറേജിങ് കസ്റ്റമേഴ്സ് ടു ടേക്ക് ആക്ഷൻ. ലീഡ്സ് കിട്ടുക എന്നുള്ളതാണ് ലീഡ് എന്ന് പറയുന്ന ക്യാമ്പയിൻ. ഇനി വെബ്സൈറ്റ് ട്രാഫിക് ഉണ്ട്. നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് വെബ്സൈറ്റ് ട്രാഫിക് കൊടുക്കാം. ഇനി ആപ്പ് പ്രൊമോഷൻ ഞാനിപ്പോൾ ഓൾറെഡി ഒരെണ്ണം റൺ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് കേസ് സ്റ്റഡീസ് ഞാൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ അവയർനെസ് ആൻഡ് കൺസിഡറേഷൻ, റീച്ച് എ ബ്രോഡ് ഓഡിയൻസ് ആൻഡ് ബിൽഡ് ഇൻട്രസ്റ്റ് ഇൻ യുവർ പ്രോഡക്ട്സ് ഓർ ബ്രാൻഡ്. വ്യക്തമാണ്, നമുക്കൊരു വലിയൊരു ഓഡിയൻസിലേക്ക്, ബ്രോഡായിട്ടുള്ള ഒരു ഓഡിയൻസിലേക്ക് നമ്മളുടെ ബ്രാൻഡിനെ കുറിച്ച് അവയർനെസ് കൊടുക്കാൻ, നമ്മുടെ ബ്രാൻഡ് എന്ന് ആളുകൾ മനസ്സിലാക്കാനൊക്കെ നമുക്കത് ചെയ്യാം. ഇനിയാണ് ലോക്കൽ സ്റ്റോർ വിസിറ്റ് ആൻഡ് പ്രൊമോഷൻസ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ലോക്കൽ സ്റ്റോർ എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ മൈ ബിസിനസ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഐഫോൺ സർവീസ് സെൻറ്റർ. ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, ഐഫോൺ സർവീസ് സെൻറ്റർ. ഈ കാണുന്നതാണ് നമ്മളുടെ ലോക്കൽ സ്റ്റോർ എന്ന് പറയുന്നത്. ടോട്ടൽ കെയർ, ആപ്പിൾ കെയർ. നമുക്ക് ഇങ്ങോട്ടേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വിസിറ്റ് കൊണ്ടുവരാം, നമുക്ക് കൂടുതൽ ആളുകളെ എൻഗേജ് ചെയ്യിക്കാം. ഇപ്പോൾ ആപ്പിൾ സർവീസ് സെൻറ്റർ, കൊച്ചിയിലുള്ള ആപ്പിൾ സർവീസ് സെൻറ്ററുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലോക്കൽ സ്റ്റോറിലേക്ക് നമ്മൾക്ക് ആളുകളെ എത്തിക്കുന്നതാണ് എന്ത് ക്യാമ്പയിൻ എന്ന് പറയുന്നത്, ലോക്കൽ സ്റ്റോർ വിസിറ്റ് ആൻഡ് പ്രൊമോഷൻസ് എന്ന് പറയുന്നത്. ദെൻ ക്രിയേറ്റ് എ ക്യാമ്പയിൻ വിത്തൗട്ട് എ ഗോൾസ് ഗൈഡൻസ്. നമ്മളൊരു പ്രൊഫഷണലാണ്, നമ്മളൊരു സ്കില്ലുള്ള ഒരാളാണെന്നെങ്കിൽ വി ഡയറക്ട്ലി ഗോ ത്രൂ ക്രിയേറ്റ് എ ക്യാമ്പയിൻ വിത്തൗട്ട് എ ഗോൾസ് ഗൈഡൻസ്. നമുക്ക് അവിടെ ഗൂഗിൾ റെക്കമെൻഡേഷൻസ് ഒന്നും തരില്ല. എനിവേ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലീഡ്സ് കളക്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലീഡ്സിലേക്ക് പോവാണ്. ക്യാമ്പയിൻ 2 ലീഡ്സ് നമ്മൾ സെലക്ട് ചെയ്യണം. സോ ദെൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, നമ്മൾ കണ്ടിന്യൂ കൊടുക്കുകയാണ്. ലീഡ്സ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നു. അപ്പോൾ നമ്മളോട് ഏത് ക്യാമ്പയിൻ ടൈപ്പ് ആണെന്ന് ചോദിക്കും. നമ്മൾക്ക് വേണ്ടത് സെർച്ച് ക്യാമ്പയിൻ ആണ്. നമ്മൾ സെർച്ച് ക്യാമ്പയിൻ സെലക്ട് ചെയ്യുന്നു. ദെൻ നമ്മൾക്ക് എന്താണ് വേണ്ടത്, സെലക്ട് ദ വേസ് യു വുഡ് ലൈക്ക് ടു റീച്ച് യുവർ ഗോൾ. നമ്മൾ ഗോൾ എന്താണ്, നമ്മുടെ ഗോൾ വെബ്സൈറ്റ് വേണോ, ഫോൺ കോൾ വേണോ, സ്റ്റോർ വിസിറ്റ് വേണോ, ആപ്പ് ഡൗൺലോഡ്സ് വേണോ, ലീഡ് ഫോം സബ്മിഷൻ വേണോ, നമുക്ക് ജസ്റ്റ് വെബ്സൈറ്റ് വിസിറ്റ് മാത്രം കൊടുക്കാം. ദെൻ നമ്മളുടെ ക്ലയൻറ്റിൻ്റെ, നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്ന ബിസിനസ്സിൻ്റെ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യുന്നു. വെബ്സൈറ്റ് ലിങ്ക് കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഇനി വേറൊരു കാര്യം പറഞ്ഞോട്ടെ, ഗൂഗിൾ ആഡ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എൻ്റെ പെയ്ഡ് കോഴ്സ് ഞാൻ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരാം. ചിലർക്ക് ഇൻ ഡെപ്തായിട്ട് ഗൂഗിൾ ആഡ്സ്, ഫേസ്ബുക്ക് ആഡ്, അതേപോലെ AI ടൂൾസ് ഒക്കെ പഠിക്കണമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പെയ്ഡ് കോഴ്സ് കൂടി റൺ ചെയ്യുന്നത്. സോ ഇറ്റ്സ് ആൻ അഫോർഡബിൾ കോഴ്സ്. കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് പ്രൊഡക്റ്റീവ് കോഴ്സാണ്. നമ്മൾ റിയൽ പ്രോജക്ട്സ് വെച്ചിട്ടാണ് അതിൽ പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ബിസിനസ് ഓണറാണ് അത് പഠിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ വെച്ച് നമ്മൾ പഠിക്കും. ഇനി ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ റിയൽ കേസ് സ്റ്റഡീസ് വെച്ചിട്ട് നമ്മൾ പഠിക്കും. സോ ഇറ്റ്സ് എ റിയൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ക്ലാസ്. അപ്പോൾ എനിവേ, ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞു, നിങ്ങളൊന്ന് ഇൻഫോം ചെയ്യുന്നുള്ളൂ എൻ്റെ പെയ്ഡ് കോഴ്സിൻ്റെ കാര്യം. സോ എനിവേ, നമ്മൾ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കുന്നു, ദെൻ ക്യാമ്പയിൻ നെയിം കൊടുക്കുന്നു. ക്യാമ്പയിൻ നെയിം നമ്മൾ കൊടുക്കാൻ പോകുന്നത് ബിസിനസ്സിൻ്റെ പേര് വെച്ചിട്ടാണ്. ചാമക്കാട്ട് ഹെർബൽ. എനിക്കത് അറിയാൻ വേണ്ടിയിട്ട് ഏത് ബിസിനസ്സിന് വേണ്ടിയിട്ടാണോ ആ ബിസിനസ്സിൻ്റെ പേര് വെച്ച് കൊടുക്കുന്നു, കണ്ടിന്യൂ കൊടുക്കുന്നു. ദെൻ ഇപ്പോൾ ഇതൊക്കെ ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്ത കുറേ ഡ്രാഫ്റ്റിൽ ചെയ്തിട്ടുള്ള ക്യാമ്പയിൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് അതിനകത്ത് നിന്ന് ഏതെങ്കിലും ആണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് അതിലേക്ക് വരും. സോ എനിവേ, നമുക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് സ്റ്റാർട്ട് ന്യൂവിൽ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിന് മുമ്പ് നിങ്ങൾ ക്യാമ്പയിൻസ് ഒന്നും ചെയ്ത് ഡ്രാഫ്റ്റിൽ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കില്ല. ഞാൻ ഇടയ്ക്ക് ഒരുപാട് ക്യാമ്പയിൻസ് റൺ ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ഇത് വർക്ക് ചെയ്ത് നോക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. സോ എനിവേ, സ്റ്റാർട്ട് ന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്, നമ്മൾ കൺവേർഷൻ ഒരിക്കലും കൊടുക്കരുത്, നമ്മൾ ക്ലിക്സ് കൊടുക്കാം. അത് ക്ലിക്സിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് കോസ്റ്റിൻ്റെ കേസിലൊക്കെ അത് വളരെ ഉപകാരപ്പെടും. ക്ലിക്സിൽ വരുമ്പോൾ ഞാനത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ അഡ്വാൻസ്ഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ്സിൽ പറയുന്നുണ്ട്. സോ എനിവേ, ക്ലിക്സ് കൊടുക്കുന്നു, നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം, നമ്മൾ ഒരിക്കലും ഇവിടെ ഓട്ടോമേറ്റ് ചെയ്ത് തരുന്ന ഡിസ്പ്ലേ നെറ്റ്വർക്ക് കൊടുക്കരുത്. കാര്യം
നമ്മൾക്ക് വേണ്ടത് സെർച്ച് ചെയ്യുന്ന ആ പർട്ടിക്കുലർ ബിസിനസ്സിനെ കുറിച്ച് സെർച്ച് ചെയ്ത് വരുന്ന ആളുകളെ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സെർച്ച് നെറ്റ്വർക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇനി നമ്മൾക്ക് എവിടെയാണ് നമ്മുടെ ആഡ് റൺ ചെയ്യേണ്ടത്? ഇപ്പോൾ എൻ്റർ അനദർ ലൊക്കേഷൻ. ഇപ്പോൾ നമ്മളടുത്ത് ക്ലയൻറ്റ് പറഞ്ഞ് മോസ്റ്റ്ലി അവർക്ക് ബിസിനസ് കിട്ടേണ്ടത് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്, ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾക്ക് ഒന്നെങ്കിലും മിഡിൽ ഈസ്റ്റിൽ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ക്യാമ്പയിൻ, ഇന്ത്യയിലേക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ക്യാമ്പയിൻ, ഇപ്പോൾ സൗത്ത് ആഫ്രിക്കൻ കൺട്രീസിൽ വേണ്ടിയിട്ട് അവിടെ നമുക്കൊരു സെപ്പറേറ്റ് ക്യാമ്പയിൻ. ഇപ്പോൾ നമ്മൾ ഒരു ലൊക്കേഷൻ കൊടുക്കുന്നത്, ഇപ്പോൾ നമ്മൾ ദുബായ് ആണ് കൊടുക്കുന്നത്. ദുബായ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കൊടുത്തു, നമ്മൾ എമിറേറ്റ്സ് സിറ്റി കൊടുത്തു, സെലക്ട് കൊടുത്തു. ഇനി നമ്മൾക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ റീജിയൻ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റീജിയനിൽ നമ്മൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതൊന്നും ലൊക്കേഷനൊക്കെ നമുക്കൊരു മാറ്റർ അല്ല, നമുക്ക് എവിടെ ആണെങ്കിലും കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇനി ടാർഗറ്റ് ആണ്. ടാർഗറ്റ് ഓപ്ഷനിലേക്ക് വരുമ്പോൾ presence or interest, people in regularly in who have shown interest in your targeted location, recommended ആണ് കേട്ടോ. people in or regularly in your targeted location. അതായത് ഒന്നുകിൽ നമ്മൾ ആളുകൾ ആ ലൊക്കേഷനിൽ തന്നെയുള്ള ആളുകളിലേക്ക് എത്തിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ പീപ്പിളിൽ ആ ഏരിയയിൽ ആ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളിലേക്ക് എത്തിക്കാം. ഫോർ എക്സാമ്പിൾ, ചിലർക്ക് ദുബായ് ബിസിനസ് ഇൻട്രസ്റ്റ് ആണ്, ചിലർ ദുബായിൽ താമസിക്കുന്നവരായിരിക്കും. എനിവേ നമ്മൾക്ക് ഇത് കൊടുക്കാം, പ്രസൻസ് ഓർ ഇൻട്രസ്റ്റ് കൊടുക്കാം, പീപ്പിൾ ഇൻ റെഗുലർലി ഇൻ ഓ ഹു ഹാവ് ഷോൺ ഇൻട്രസ്റ്റ് ഇൻ യുവർ ടാർഗറ്റഡ് ലൊക്കേഷൻ. അത് തന്നെയാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്, അത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ദെൻ നമ്മൾക്ക് ലാംഗ്വേജസ് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, സ്റ്റാർട്ട് ടൈപ്പിംഗ് ഓർ സെലക്ടിങ് ലാംഗ്വേജ്. ഇപ്പോൾ ഒരു അറബിക്ക് വേണമെന്നുണ്ടെങ്കിൽ അറബ് കൊടുക്കാം, ഇനി ഇംഗ്ലീഷ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് കൊടുക്കാം. എത്ര ലാംഗ്വേജസ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. എനിവേ ഞാൻ ഇപ്പോൾ ലാംഗ്വേജസ് ഇംഗ്ലീഷ് മാത്രം ഓൾറെഡി ഉള്ളത് അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ നമ്മളൊരു പർട്ടിക്കുലർ ലാംഗ്വേജിലേക്ക് പോകുന്നില്ല. നമുക്ക് ഇവിടെ ഉള്ളത്, ഇപ്പോൾ ഞാനൊരു പ്രത്യേക ഒരു ലാംഗ്വേജ്, ഇപ്പോൾ ദുബായ് എന്ന് പറയുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ നടക്കുന്ന സ്ഥലത്ത് പല ലാംഗ്വേജ് ഉള്ളവരുണ്ടാവും. അപ്പോൾ അത് ആരൊക്കെയാണെന്ന് നമുക്കറിയില്ലല്ലോ. സോ എനിവേ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൺ ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾക്ക് വേണ്ടതെന്ന് പറയുന്നത് ഓഡിയൻസ് സെഗ്മെൻറ്റ്സ് ആണ്. ഓഡിയൻസ് സെഗ്മെൻറ്റ്സിൽ നമ്മൾക്ക് ക്ലിയർ ആയിട്ട് കൊടുക്കാം ഏതൊക്കെ ടൈപ്പ് ഓഡിയൻസ് ആണ് നമ്മൾക്ക് വേണ്ടത്. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഒരു 1 to 10 വരെയെങ്കിലും നമ്മൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് ബിസിനസ് റിലേറ്റഡ് ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് ബിസിനസ് ഇവിടെ കൊടുക്കാം. അപ്പോൾ ബിസിനസ് പ്രൊഫഷണൽസ്, ബിസിനസ് ട്രാവലേഴ്സ്, അതൊക്കെ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ബിസിനസ് ഇൻവെസ്റ്റേഴ്സ്, ബിസിനസ് സർവീസ്, ബിസിനസ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമ്മളിവിടെ കൊടുത്തു നോക്കാം. ജസ്റ്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോൾ വേറൊന്നും വന്നില്ല. ബിസിനസ് സർവീസസ്, ബിസിനസ് ടെക്നോളജി, ബിസിനസ് അഡ്വർടൈസിങ് ആൻഡ് മാർക്കറ്റിംഗ് സർവീസ്, ബിസിനസ് പ്രൊഡക്ടിവിറ്റി സോഫ്റ്റ്വെയർ. നമ്മൾ ബിസിനസ് എന്താണോ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓഡിയൻസ് സെഗ്മെന്റ്സ് നമ്മളവിടെ കൊടുക്കുക. ദെൻ നമ്മൾ നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്, ടാർഗറ്റിംഗ് സെറ്റിംഗ് ഫോർ ദിസ് ക്യാമ്പയിൻ. നമ്മൾ ഒബ്സർവേഷൻ കൊടുത്താൽ മതി, ടാർഗറ്റിംഗ് കൊടുക്കേണ്ട. ഡോണ്ട് നാരോ ദ റീച്ച് ഓഫ് യുവർ ക്യാമ്പയിൻ. ഫോർ എക്സാമ്പിൾ, അതുകൊണ്ട് നമ്മൾ ഒബ്സർവേഷൻ സെലക്ട് ചെയ്യുന്നു. ദെൻ നമ്മൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ മോർ സെറ്റിങ്സിലേക്ക് പോകുന്നു. ദെൻ മോർ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് രണ്ട് രീതിയിൽ ഇത് വേണോ ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു എൻഡ് ഡേറ്റ് കൊടുക്കാം, നമുക്ക് ഇത്ര ദിവസം റൺ ചെയ്താൽ മതി. നോർമലി ഞാൻ ഒരു എൻഡ് ഡേറ്റ് കൊടുക്കാറില്ല, നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൗസ് ചെയ്താൽ മതിയല്ലോ. സോ നമുക്കത് അവിടെ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. പിന്നെ മോർ സെറ്റിങ്സിൽ നമുക്ക് ആഡ് ഷെഡ്യൂൾ ചെയ്യാം, ഏത് ടൈം വേണോ, ഇത്ര ടൈം തൊട്ട് ഇത്ര ടൈം വരെ ആഡ് കണ്ടാൽ മതി, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. സൺഡേയ്സ്, സെലക്റ്റഡ് ഡേറ്റ്സ്, അവേഴ്സ്, അതൊക്കെ നമുക്ക് ഇങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് അതിനകത്ത് കൊടുക്കാം. ദെൻ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല, കണ്ടിന്യൂസ് ആണ്. ദെൻ നമ്മൾ പോകുന്നത് കീവേഡ്സിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഹെൽപ്പ് ക്രിയേറ്റ് മൈ ആഡ് എന്നുള്ള ഒരു പോപ്പപ്പ് വന്നിട്ടുണ്ട്, അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതൊരു ബീറ്റ, ഐ തിങ്ക് ഇറ്റ്സ് എ ബീറ്റ ഫോർ നമ്മുടെ ഗൂഗിൾ നമുക്ക് തരുന്ന ഒരു ഓപ്ഷനാണ്. എനിവേ നമ്മളിപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ നമ്മൾ കീവേഡ്സിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് കീവേഡ്സിൽ, പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഗൂഗിളിൻ്റെ സപ്പോർട്ടൊന്നും നല്ല സപ്പോർട്ടാണ്. ഫേസ്ബുക്കിനെ സംബന്ധിച്ചതിനേക്കാൾ ബെറ്റർ ഗൂഗിൾ സപ്പോർട്ട് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ അവർ പറയുന്ന ഒരു ഓൺ കോളിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും.
എന്ന് വെച്ചാൽ ഒരു ഫുൾ കാര്യങ്ങൾ പറഞ്ഞു തരുമൊന്നുമില്ല. നമ്മൾക്കുള്ള സജഷൻസ്, റെക്കമെൻഡേഷൻസ്, നമ്മുടെ ക്വാളിറ്റി സ്കോർ കൂട്ടുന്ന കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരും. സോ നല്ലൊരു സപ്പോർട്ടുണ്ട് ഗൂഗിളിന്. അപ്പോൾ ഗെറ്റ് കീവേഡ് സജഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ലിങ്ക് കൊടുത്തു ഇവിടെ. പിന്നെ നമ്മൾക്ക് ഇവിടെ വേണമെങ്കിൽ പ്രോഡക്റ്റോ സർവീസോ അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മുടെ ഈ ലിങ്ക് വെച്ചിട്ട് ഇവർ നമ്മൾക്ക് കുറേ സജഷൻസ്, ഗൂഗിൾ നമുക്ക് കുറച്ച് കീവേഡ് തന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ അപ്ഡേറ്റ് കീവേഡ് സജഷൻ കൊടുക്കാം. റീപ്ലേസ്, നമുക്ക് റീപ്ലേസ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മളതനുസരിച്ച് മാറി. കണ്ടോ, ഇവിടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ആയുർവേദ വന്നു, ആയുർവേദ പ്രോഡക്ട്സ് വന്നു, ആയുർവേദിക് ബാത്തിങ്, ആയുർവേദ പ്രോഡക്റ്റ്. ഇപ്പം നമുക്കിവിടെ ഇങ്ങനെ കൊടുക്കാം, ആയുർവേദ പ്രോഡക്റ്റ് മാനുഫാക്ചേഴ്സ്, അത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾക്ക് വേണ്ടത് എന്താണോ നമുക്ക് അവിടെ കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇവിടെ നമ്മളുടെ റൈറ്റ് സൈഡിൽ നമ്മൾ ഇതിൻ്റെ ഒരു സ്പോൺസേർഡ് വേർഷൻ ഇവിടെ കാണാൻ പറ്റും നമുക്ക് ഗൂഗിൾ ആഡ്സിൻ്റെ. കണ്ടോ, ആയുർവേദിക് പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി നമ്മളിവിടെ നമ്മുടെ ആഡിൻ്റെ ഹെഡ്ലൈൻസ്, അതേപോലെ ഇൻക്ലൂഡ് പോപ്പുലർ കീവേഡ്സ്, നമ്മൾ ഹെഡ്ലൈൻസ് യുണീക്കാക്കി കൊടുക്കുമ്പോഴൊക്കെ നമ്മുടെ ആഡിൻ്റെ ക്വാളിറ്റി സ്കോർ നമ്മൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ജസ്റ്റ് ഇപ്പോൾ ഇതിൻ്റെ ഹെഡിങ്സ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നമ്മൾ പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ChatGPT യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല ഹെഡ്ലൈൻസ് കിട്ടും. ഫോർ എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിലേക്കൊന്ന് പോവാം, ChatGPTയിലേക്ക്. ഇപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒരു മെസ്സേജ് നോക്കാം. എന്താണ് അവർ പറയാം, നീഡ് ആയുർവേദിക് ഡിസ്ട്രിബ്യൂഷൻ മാനുഫാക്ചേഴ്സ്, need Ayurvedic distribution manufacturers, Google Ads, headline. കണ്ടോ, സംഭവം വന്നു. ഡിസ്കവർ ഒതൻറ്റിക് ആയുർവേദിക് പ്രോഡക്ട്സ്, ട്രസ്റ്റഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നിയർ യു ആൻഡ് മോർ. നീഡ് ബിസിനസ് opportunity related headlines and description. Unlock lucrative business opportunity, join our network. Description, it's to make it simple. നോക്കിയേ, മാറി വരും. നമ്മൾ ഇതിനൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് നമ്മൾ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒന്ന് ഓടിച്ച് കാണിക്കുന്നുള്ളൂ. ChatGPT എന്താണെന്ന് അറിയാത്തവർ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് ChatGPTനെ വെച്ച് മാത്രം നമുക്ക് റൺ ചെയ്യാം കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിൽ നമുക്ക് റൺ ചെയ്യാം. പ്രോഫിറ്റബിൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവൈറ്റ് യു. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഹെഡ്ലൈൻ എടുക്കാം, നമുക്ക് ഈ ഒരു ഹെഡ്ലൈൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ എടുക്കാം. നമ്മൾ ഇതിപ്പോൾ ചിലർ ഇതിൻ്റെ അത് സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ആയുർവേദിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കില്ലല്ലോ വരുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കൊടുക്കാം ഹെഡ്ലൈൻ. ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത ഹെഡ്ലൈൻസ് നമുക്ക് ഇവിടെ കൊടുക്കാം. ടു ലോങ് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റബിൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഈ അവൈറ്റ്സ് യു എന്നുള്ളത് നമുക്ക് എടുത്ത് മാറ്റാം. ഓപ്പർച്യൂണിറ്റി, പ്രോഫിറ്റബിൾ ബിസിനസ് മതി, പ്രോഫിറ്റബിൾ ബിസിനസ് അങ്ങനെ കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഇവിടെ നമുക്ക് നോക്കാം കേട്ടോ. അത് ഇവിടെ അത് വന്നു, ആയുർവേദിക് ബാച്ച് ഓഫ് ആയുർവേദിക് പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്രോഫിറ്റബിൾ ബിസിനസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. പിന്നെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഇവിടെ ഓട്ടോമാറ്റിക്കലി കുറച്ച് ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്, നമുക്കത് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇമേജസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമേജ് ആഡ് ചെയ്യാം, ലോഗോ ആഡ് ചെയ്യാം, ബിസിനസ് നെയിം ലോഗോ ആഡ് ചെയ്യാൻ പറ്റും. അത്ര ഓപ്ഷൻസ് എല്ലാം ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇമേജ് ആഡ് ചെയ്യുന്നതനുസരിച്ചിട്ടൊക്കെ നമ്മുടെ ക്വാളിറ്റി സ്കോറിങ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ബാക്ക് ആയിപ്പോയി.
അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ ചെയ്ത സജഷൻസ് എന്നൊക്കെ പറയുന്നത്, അപ്പോൾ ഇനി നമുക്കിത് പബ്ലിഷ് ചെയ്യാം. ഇനി നെക്സ്റ്റ് കൊടുത്ത് നമ്മൾ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബഡ്ജറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതോ നോക്കിയേ, 850 ക്ലിക്ക്, ആവറേജ് കോസ്റ്റ് പെർ ക്ലിക്ക് എന്ന് പറയുന്നത് 9 രൂപ 68 പൈസയാണ്. ഇനി നമ്മൾക്ക് ഇതാണ് ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന ബഡ്ജറ്റ്. ഡെയിലി ബഡ്ജറ്റാണ് കേട്ടോ, 1175 രൂപ. പിന്നെ നമുക്ക് കസ്റ്റം ബഡ്ജറ്റ് കൊടുക്കാം. നമുക്ക് എത്ര രൂപ, ഇപ്പം നമുക്ക് ഇത്ര ഡെയിലി 1175 രൂപ ഇല്ല, നമുക്കൊരു 300 രൂപ സ്പെൻഡ് ചെയ്യുള്ളൂ, നമുക്ക് 300 രൂപ കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ കണ്ടോ, വീക്കിലി നമുക്കൊരു 434 ക്ലിക്ക് കിട്ടും. നമ്മുടെ കോസ്റ്റ് ഇവിടെ കുറഞ്ഞു, 4 രൂപ 84 പൈസയിലേക്കായി. അതേപോലെ വീക്കിലി കോസ്റ്റ് 2100 രൂപയുള്ളൂ. പിന്നെ ഗൂഗിൾ ആഡ്സിൽ പൈസ ഇടുമ്പോൾ നമുക്ക് മിനിമം 500 രൂപ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 500 രൂപയിൽ പക്ഷെ നമുക്ക് സ്പെൻഡ് ചെയ്യുന്നത് 100 രൂപ ആണെങ്കിലും സ്പെൻഡ് ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് 100 രൂപ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 100 രൂപ വരും കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് കൊടുത്ത് നമുക്ക് അവർ നമ്മുടെ ഇറേഴ്സൊക്കെ ചെക്ക് ചെയ്ത് എന്തെങ്കിലും ഇറർ നമ്മുടെ ഇതിനകത്തുണ്ടെങ്കിൽ അതെല്ലാം നോക്കി ഇനി നമ്മൾ പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഇറേഴ്സ് ഒന്നുമില്ല, യുവർ ക്യാമ്പയിൻ ഈസ് റെഡി ടു പബ്ലിഷ്. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് റൺ ആവും. ആഡ് റൺ ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ ഉണ്ടാവും. ഇപ്പോൾ ഇതൊക്കെ റൺ ചെയ്യുന്ന ക്യാമ്പയിനാണ്. ഇപ്പോൾ ഈ ആപ്പ് പ്രൊമോഷൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞ ഒരു ക്യാമ്പയിൻ ഇതിപ്പോൾ റൺ ചെയ്യുന്ന. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ വന്നു, നമ്മൾക്ക് വേണ്ട ബിസിനസ് ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗൂഗിൾ ആഡ്സ് സെറ്റ് ചെയ്യണം. ഗൂഗിൾ ആഡ് അക്കൗണ്ടിൽ വരണം. ദെൻ എന്താണ് വേണ്ടത്, നമ്മൾക്ക് വേണ്ട ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. സെർച്ച് ആഡ് ആണെങ്കിൽ സെർച്ച് ആഡ് നമ്മൾ സെലക്ട് ചെയ്യാം. ദെൻ നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് അവിടെ കൊടുക്കുക, കീവേഡ്സ് കൊടുക്കുക, ഓഡിയൻസ് സെഗ്മെൻറ്റ് കൊടുക്കുക, നമ്മളുടെ ബഡ്ജറ്റ് എത്രയാണെന്നുള്ളത് അലോക്കേറ്റ് ചെയ്യുക, ക്വാളിറ്റി സ്കോർ എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക, ദെൻ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളൊരു ഗൂഗിൾ ആഡ്സിൻ്റെ ഒരു ക്ലാസ്സിൻ്റെ ഒരു റിയൽ എന്താ പറയുക ഒരു പ്രോജക്ട്സ് വെച്ചിട്ട് നമ്മൾ പഠിച്ചത്. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, എഴുതുക. കുറച്ച് ഫോർമലായി പോയല്ലേ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് സീരിയസ് ആയിട്ട് ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.